ഹലോ, വെൽക്കം ടു കറി ലീവ്സ്. വളരെ പെട്ടെന്ന് എങ്ങനെ സിമ്പിൾ ആയിട്ട് ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കാവുന്നതാണ് ഈ വീഡിയോ. നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കാവുന്നത്. സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആട്ട ബ്രെഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഒരു ചെറിയ കുക്കുംബർ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഉള്ളിയും ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു ഹാഫ് തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചീസും ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അരിഞ്ഞു വെച്ച ഉള്ളി, തക്കാളി, കുക്കുംബറിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ബ്രെഡിൽ പുരട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പിസ്സ പാസ്ത സോസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് ബ്രെഡിന്റെ ഒരു സ്ലൈസ് എടുത്തിട്ട് അതിലേക്ക് ഈ പിസ്സ പാസ്ത സോസ് ഒന്ന് പുരട്ടി കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് നമുക്ക് ഇനി ഇതിന്റെ മേലെ വെച്ചു കൊടുക്കാം. ഇനി ചീസ് ചെറുതായി പൊട്ടിച്ച് ഇതിന്റെ മേലെ വെച്ചു കൊടുക്കാം. ഇനി മറ്റൊരു ബ്രെഡ് കൊണ്ട് നമുക്കിത് അടച്ചു വെക്കാം. ഇനി ഇതുപോലെ മറ്റൊരു പെയറും കൂടി തയ്യാറാക്കാം. ഇനി നമുക്കിത് ഓവനിലേക്ക് വെച്ചു കൊടുക്കാം. അതിനായിട്ട് ഗ്രില്ല് ആവശ്യമുണ്ട്. നമുക്ക് ഇങ്ങനെ ഗ്രില്ലിന്റെ മേലെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബ്രെഡിന്റെ പെയർ വെച്ചു കൊടുക്കാം. ഇനി നമുക്കിത് ഓവനിലേക്ക് വെച്ചു കൊടുക്കാം. ഓവൻ അടച്ചിട്ട് നമുക്ക് ഒരു 4 മിനിറ്റ് സെറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് കൊടുക്കാം. ഒരു 2 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് വെച്ചിരിക്കുന്ന ബ്രെഡിന്റെ പെയർ തിരിച്ചു വെച്ചു കൊടുക്കണം. എന്നാലേ 2 ഭാഗവും ഒരുപോലെ വീഴുള്ളൂ. 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റോപ്പ് അമർത്തിയിട്ട് ബ്രെഡ് നമുക്ക് തിരിച്ചു വെച്ചു കൊടുക്കണം. ചൂടുള്ളതുകൊണ്ട് നമുക്ക് ബ്രെഡ് തിരിച്ചു വെക്കാൻ ബുദ്ധിമുട്ടാണ്. അതിനു വേണ്ടിയിട്ട് പ്ലേറ്റ് വെച്ചിട്ട് നമുക്ക് ആ ഗ്രില്ല് കമഴ്ത്തി മതി. എന്നിട്ട് പതുക്കെ അത് എടുക്കാം. ആട്ട ബ്രെഡ് ആയതുകൊണ്ട് ഇത് ആ ഗ്രില്ലിന് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ആ ഗ്രില്ലിന്ന് പതുക്കെ വേർപെടുത്തി എടുക്കാം. ഗ്രില്ലിന്ന് അടർത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വീണ്ടും തിരിച്ചു വെച്ചിട്ട് ഒന്നും കൂടി വേവിക്കാനുണ്ട്. ഇത് തിരിച്ച് ഓവനിൽ വെച്ചിട്ട് സ്റ്റാർട്ട് കൊടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. നമ്മൾ ഓൾറെഡി ആദ്യം 4 മിനിറ്റ് സെറ്റ് ചെയ്തതാണ്. ബാക്കി മിനിറ്റ് അത് എടുത്തോളൂ. ഒരു 3.5 മിനിറ്റ് ആകുമ്പോൾ നമുക്കിത് സ്റ്റോപ്പ് ചെയ്യുന്നതാണ് നല്ലത്. 4 മിനിറ്റ് ഫുള്ളായി വെക്കുമ്പോഴേക്ക് ബ്രെഡ് കുറച്ച് ക്രിസ്പി ആയി മാറാൻ ചാൻസ് ഉണ്ട്. ക്രിസ്പി സാൻഡ്വിച്ച് ഇഷ്ടമുള്ളവർക്ക് അത് ഫുള്ളായിട്ട് 4 മിനിറ്റ് വെക്കാം. സോഫ്റ്റ് ആണ് വേണ്ടതെങ്കിൽ ഒരു 3.5 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് അത് എടുക്കേണ്ട ആവശ്യമുണ്ട്. സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ് സാൻഡ്വിച്ച്. കുട്ടികൾക്കാണെങ്കിൽ ഇത് വളരെ ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇതിന് ഞങ്ങൾ പാസ്ത പിസ്സ സോസ് ഒഴിച്ചുകൊണ്ട് ഏകദേശം ഒരു പിസ്സന്റെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട് ഇതിൽ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു.